ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ 3ാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് സെഷനാണ്. ഇത് 12ാമത്തെ സെഷനാണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള 11 സെഷനും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അത് ഇവിടെ കാർഡ്സിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ലിങ്ക്സ് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള സെഷൻസ് കണ്ടില്ലെങ്കിലും കണ്ടു പോകാവുന്നതാണ്. പക്ഷെ ചില കൺസെപ്റ്റ്സ് ലൈക്ക് കിർച്ചോഫ് ലൂപ്പ് റൂൾ അതുപോലുള്ള കൺസെപ്റ്റ്സ് എല്ലാം നേരത്തെ പഠിച്ച ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും ഇവിടെ പറയുന്നത്. അപ്പൊ അത് കണ്ടിട്ട് വന്ന് ഇത് കാണുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ബട്ട് സ്റ്റിൽ ഇഫ് യു വാണ്ട് യു ക്യാൻ ഗോ ത്രൂ ഇറ്റ് വിത്തൗട്ട് ഈവൻ ലുക്കിംഗ് ദാറ്റ്. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. പക്ഷെ കൺസെപ്റ്റ് പറഞ്ഞു പറയുന്നതിന് മുന്നേ ആദ്യം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ റിക്വസ്റ്റ് ചെയ്യട്ടെ, ഫിസിക്സ് നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കാം. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതികശാസ്ത്രം എന്ന് പറഞ്ഞ സബ്ജക്ട് ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടത്തോടെ പഠിക്കാൻ പറ്റും. അതിന് ഇഷ്ടത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. പിന്നെ നോട്ട്സിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ എന്റെ കൂടെ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഈ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക് പഠിക്കുന്ന മുന്നേ നമുക്ക് ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസിനെയും EMF-നെയും ബന്ധിപ്പിക്കുന്ന 1-2 കൺസെപ്റ്റ്സ് പറയേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ സെഷൻ നമ്പർ 3 or 4 ആണെന്ന് തോന്നുന്നു. ഏതൊരു സെഷനിൽ നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെയും ബാറ്ററീസിന്റെ സെൽസിന്റെയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അത് കാണാത്തവർ ദയവേത് അതൊന്ന് കണ്ടിട്ട് വരിക, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പക്ഷെ ബേസിക്സ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം ഒരു ബാറ്ററി ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ബാറ്ററിക്ക് ഒരു EMF ഉണ്ടാവും. EMF എന്ന് പറഞ്ഞത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. പക്ഷെ അത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഫോഴ്സ് എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കരുത്. അതൊരു ഫോഴ്സ് അല്ല, പകരം അത് ഒരു വോൾട്ടേജിന്റെ ഇൻഡിക്കേറ്റർ തന്നെയാണ്. എന്താണ് ഈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ പോസിറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഒരു പൊട്ടൻഷ്യലിലായിരിക്കും ഇരിക്കുന്നത്, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ വേറൊരു പൊട്ടൻഷ്യലിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഈ പോസിറ്റീവ് ടെർമിനലിനുള്ള പൊട്ടൻഷ്യൽ മൈനസ് ഈ നെഗറ്റീവ് ടെർമിനലിനുള്ള പൊട്ടൻഷ്യൽ, അതിന് തന്നെയാണ് നമ്മൾ EMF എന്ന് പറയുന്നത്. അതായത് ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ ആ ബാറ്ററിക്കകത്ത് കുറച്ച് കെമിക്കൽസ് ഉണ്ടാവും. അതിന്റെ കെമിക്കൽസ് റിയാക്ട് ചെയ്തായിരിക്കും അതിൽ കെമിക്കൽ എനർജി ഉണ്ടാവും. ആ കെമിക്കൽ എനർജി നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയായി കിട്ടും. അങ്ങനെ ഇലക്ട്രിക്കൽ എനർജിയായി കിട്ടുമ്പോൾ എത്ര വോൾട്ടേജ് ആയിരിക്കും അതിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് EMF എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ EMF എന്ന് പറയുന്ന ഒരു ഓപ്പൺ സർക്യൂട്ടിലാണ്. ബാറ്ററി മാത്രം എനിക്ക് മതി. ബാറ്ററിയുടെ പോസിറ്റീവിലുള്ള എത്ര പൊട്ടൻഷ്യൽ നിന്നും ബാറ്ററിയുടെ നെഗറ്റീവുള്ള എത്ര പൊട്ടൻഷ്യൽ നിന്നും അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം മതി എനിക്ക് EMF എത്രയെന്ന് പറയാം. അപ്പൊ അതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. സർക്യൂട്ടിന്റെ ആവശ്യം പോലും ഇല്ല. ബാറ്ററി മാത്രം ഉണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ EMF പറയാൻ പറ്റും. പക്ഷെ അതേസമയം നമ്മൾ വോൾട്ടേജ് പറയണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സർക്യൂട്ട് വേണം. അപ്പൊ ബാറ്ററിനെ പിടിച്ച് ഞാനൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തു, ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടായിരിക്കും കറണ്ട് പോകുന്നത്. അപ്പൊ ഇവിടെ കൂടെ കറണ്ട് വന്നു. ഒരു കറണ്ട് ആണ് ഈ ബാറ്ററിയിൽ നിന്നും വരുന്നത് എന്ന് വിചാരിക്കാം. ഇതൊരു ബാറ്ററി ആണെന്ന് വിചാരിക്കാം. ആ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും ഇങ്ങനെ കറണ്ട് നെഗറ്റീവിലോട്ട് കയറി പോകുന്ന കറണ്ട് ഇവിടെ വന്ന് സ്റ്റോപ്പ് ആവുകയല്ല ചെയ്യുന്നത്. പകരം ഈ നെഗറ്റീവിൽ എത്തിയിട്ട് അത് ബാറ്ററിയുടെ വഴിയിൽ കൂടെ നേരെ തിരിച്ച് പോസിറ്റീവിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ബാറ്ററിയുടെ അകത്തുകൂടെ ഈ കറണ്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാറ്ററിയുടെ മെറ്റീരിയലിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് r എന്ന് പറയുന്നത്. ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ അത് കാരണം കുറച്ച് പൊട്ടൻഷ്യൽ അവിടെ നഷ്ടപ്പെടും, കുറച്ച് എനർജി അവിടെ ലോസ് ഉണ്ടാവും, കുറച്ച് എനർജി ലോസ് ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി പൊട്ടൻഷ്യൽ നഷ്ടപ്പെടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടിൽ കിട്ടുന്ന എഫക്റ്റീവ് വോൾട്ടേജ് ടോട്ടൽ EMF കിട്ടത്തില്ല. പകരം ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് കാരണം കുറച്ച് ഹീറ്റ് ലോസ് ഒക്കെ ഉണ്ടായി, കുറച്ച് പൊട്ടൻഷ്യൽ അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. എന്റെ EMF മൈനസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻറ്റു R ആയിരിക്കും അവിടെ കിട്ടുന്ന എഫക്റ്റീവ് വോൾട്ടേജ്. എനിക്കറിയാം ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഓംസ് ലോ പ്രകാരം ആ കടന്നു പോകുന്ന I ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇത്രയുമായിരിക്കും ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് കാരണം നഷ്ടപ്പെടുന്ന പൊട്ടൻഷ്യൽ. അപ്പൊ അതിനെ EMF-ൽ നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമോ അതായിരിക്കും എനിക്ക് എഫക്റ്റീവ് കിട്ടുന്ന വോൾട്ടേജ്. അപ്പൊ ഇതൊരു ഡിസ്ചാർജിങ് സമയത്താണ്. ഡിസ്ചാർജിങ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മൊബൈൽ ഫോൺ ഉണ്ട്, നിങ്ങൾ കണക്ട് ചെയ്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ആ മൊബൈൽ ഫോൺ ബാറ്ററി ഡിസ്ചാർജ് ആവുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ബാറ്ററി ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി വെച്ച് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് ആ ഉപകരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു. അതാണ് ഡിസ്ചാർജ്. തിരിച്ചു പറയുവാണെങ്കിലോ ഞാൻ ചാർജ് ചെയ്യുവാണ്, ഈ ബാറ്ററിന് തിരിച്ച് ചാർജ് ചെയ്യാൻ കൊടുക്കുവാണ്. അപ്പോൾ എനിക്ക് അവിടെ കൊടുക്കേണ്ട പൊട്ടൻഷ്യൽ, ആ പ്ലഗ് പോയിന്റിൽ നിന്ന് വരേണ്ട പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അവിടുത്തെ EMF മാത്രം വന്നാൽ പോരാ. ആ ബാറ്ററിയുടെ EMF-ന് അത്രയും പൊട്ടൻഷ്യൽ വന്നാൽ പോരാ. കാരണം എന്താ, ആ ബാറ്ററിക്ക് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്, ഈ പറഞ്ഞ ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ ആ ഇന്റേണൽ റെസിസ്റ്റൻസ് കാരണമുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പും കൂടെ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ബാറ്ററി ടോട്ടൽ ആ പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുവാണ്, ഈ ബാറ്ററിക്ക് 5 വോൾട്ട് ആണ് ഇതിന്റെ EMF.
പക്ഷെ ഇതിന്റെ അകത്ത് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് നടക്കുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് കാരണം 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് നടക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അത് 5 വോൾട്ടിൽ നിന്ന് 1 വോൾട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ 4 വോൾട്ടേ ഉള്ളൂ. അത് വെച്ച് ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് 5 വോൾട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ എന്ത് കൊടുക്കണം? 6 വോൾട്ട് കൊടുത്താലേ 1 വോൾട്ട് പോയിട്ട് ബാക്കി 5 വോൾട്ട് എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ EMF എത്രയാണോ അതിന്റെ കൂടെ തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് കാരണമുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പും കൂടെ എനിക്ക് എഫക്റ്റീവായി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബാറ്ററിനെ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ചാർജ് ചെയ്യാൻ വേണ്ടി എനിക്ക് റിക്വയർഡ് എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് EMF പ്ലസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് ആയിരിക്കും. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് EMF മൈനസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻറ്റു അവിടെ ഉള്ള കറണ്ട് ആയിരിക്കും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർക്കാൻ. ഇനി നമുക്ക് പൊട്ടൻഷ്യോ മീറ്റർ എന്ന് പറഞ്ഞ ഉപകരണത്തിലോട്ട് പോകാം. ഉപകരണം എന്ന് പറയരുത്, അതൊരു സർക്യൂട്ടാണ്. ഓക്കെ, അതൊരു ഉപകരണം എന്ന് പറയുന്നതിനെക്കാട്ടും പൊട്ടൻഷ്യോ മീറ്ററിനെ ഒരു സർക്യൂട്ട് എന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. എന്താണ് ഈ പൊട്ടൻഷ്യോ മീറ്റർ ചെയ്യുന്നത്? പൊട്ടൻഷ്യോ മീറ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അറേഞ്ച്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സർക്യൂട്ടാണ്. ആ സർക്യൂട്ട് വെച്ച് എനിക്ക് ആക്യുറേറ്റ് റീഡിംഗ് ഓഫ് EMF എനിക്ക് കിട്ടും, അല്ലെങ്കിൽ ആക്യുറേറ്റ് വാല്യൂ ഓഫ് EMF കിട്ടും. അപ്പൊ എന്തുകൊണ്ട് പൊട്ടൻഷ്യോ മീറ്റർ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറയുവാണ്, ഇവിടെ ഒരു ബാറ്ററി ഇരിക്കുകയാണ്, ഈ ബാറ്ററി EMF കണ്ടുപിടിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എൻഡ്സിൽ ഞാനൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ പോരെ. വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞ ഉപകരണം രണ്ടും സ്ഥലങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, EMF എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് ആ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനൽസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് അവിടുത്തെ EMF. അപ്പോൾ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ടച്ച് ചെയ്ത് ഒരു വോൾട്ട് മീറ്റർ വെച്ചാൽ പോരെ എന്ന് നമുക്ക് ആലോചിക്കാം. അങ്ങനെയാണെങ്കിലും എനിക്ക് പൊട്ടൻഷ്യൽ കിട്ടത്തില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അപ്രോക്സിമേറ്റ് റീഡിംഗ് ആയിരിക്കും. എന്തുകൊണ്ട് അപ്രോക്സിമേറ്റ് റീഡിംഗ് ആകും? ശ്രദ്ധിക്കാം, ഇവിടെ ഒരു കറണ്ട് വരുന്നു, ലെറ്റ്സ് സേ ഒരു 2 ആംപിയർ കറണ്ട് ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് 5 ഓം ആണെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ റീഡിംഗ് എനിക്ക് കാണിക്കേണ്ടത് വോൾട്ടേജ് എന്ന് പറയുന്നത് 5 × 2 ഓംസ് ലോ പ്രകാരം 10 വോൾട്ട് ആയിരുന്നു എനിക്ക് കാണിക്കേണ്ടത്. പക്ഷെ എന്തായി, ഇവിടെ വരുമ്പോഴത്തേക്കും ഇതൊരു ജംഗ്ഷൻ ആണ്, ഇത് കൂടെ ഒന്നിൽ കൂടുതൽ പാത്തുണ്ട്. അതായത് കറണ്ടിന് ഇങ്ങനെ വന്നിട്ട് ഈ വോൾട്ട് മീറ്ററിന്റെ സാധനത്തിൽ കൂടെ പോവാം, ബാറ്ററിയുടെ നേരെയും കൂടെ പോവാം. അപ്പൊ ഒരു ജംഗ്ഷൻ വന്നു കഴിഞ്ഞു. ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ ഓർക്കുക. അതായത് ഒരു കറണ്ട് ഇങ്ങനെ കയറി വരുന്ന ജംഗ്ഷനിൽ എത്ര കറണ്ട് കയറി വരുന്നു അത്രയും തന്നെ കറണ്ട് ഇറങ്ങിപ്പോകും എന്നാണ് പറയുന്നത്. അതായത് സ്പ്ലിറ്റ് ആയി പോകും. ഇപ്പൊ ഇവിടെ 5 ആംപിയർ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടെ കുറച്ച് കറണ്ട് പോകും, ഇതിൽ കൂടെ കുറച്ച് കറണ്ട് പോകും. ലെറ്റ്സ് സേ ഇത് ഞാൻ പറയുകയാണ് BACD. അപ്പോൾ BAയിൽ 5 കറണ്ട് വന്നു, അങ്ങനെയാണെങ്കിൽ ADയിൽ കുറച്ച് കറണ്ട് പോകും, ACയിൽ കുറച്ച് കറണ്ട് പോകും. ACയിൽ 3 ആംപിയർ കറണ്ട് പോയാൽ ADയിൽ 2 ആംപിയർ കറണ്ട് പോകാനേ പറ്റത്തുള്ളൂ എന്നാണ് ജംഗ്ഷൻ റൂൾ പറയുന്നത്. അപ്പോൾ വരുന്ന കറണ്ട് സ്പ്ലിറ്റ് ആയേ പോകത്തുള്ളൂ, അതാണ് ജംഗ്ഷൻ റൂൾ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന 2 ആംപിയർ കറണ്ട് ഈ 5 ഓമിൽ കൂടെ പോകത്തില്ല, അതായത് ബാറ്ററിയുടെ അകത്തൂടെ ഇങ്ങനെ കടന്നു പോകത്തില്ല, പകരം കുറച്ചൊക്കെ അങ്ങോട്ടും പോകും. ഇപ്പൊ ലെറ്റ്സ് സേ ഞാൻ പറയുവാണ് ഇതിൽ കൂടെ പോയത് 0.2 ഓം 2 ആംപിയർ ആണെന്ന് വിചാരിക്കുക കറണ്ട്. അപ്പൊ ബാക്കി 0.2 പോയാൽ 2ൽ നിന്നും ബാക്കി 1.8 ആയിരിക്കും ഈ 5 ഓമിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന റീഡിംഗ് എന്തായിരിക്കും? വോൾട്ടേജിന്റെ 5 × 1.8 9 വോൾട്ട് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. അപ്പൊ 10 വോൾട്ട് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടിയിരുന്നത്, പക്ഷെ 9 വോൾട്ട് ആണ് എനിക്ക് കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? ഈ വോൾട്ട് മീറ്ററിന് തന്നെ കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന കാരണം ഇവിടെ ജംഗ്ഷനിൽ വരുമ്പോൾ കുറച്ച് കറണ്ട് ഒക്കെ ആ വോൾട്ട് മീറ്ററിൽ കൂടെ പോകും, ബാക്കിയുള്ള കറണ്ട് മാത്രമേ നമ്മുടെ ബാറ്ററിയിൽ കൂടെ പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ കുറച്ച് കറണ്ട് നഷ്ടപ്പെടുന്നത് കാരണം ഈ വോൾട്ടേജ് റീഡിംഗിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഒരു ചെറിയ ഡ്രോപ്പ് ആയിരിക്കും, അത് വലിയൊരു ഭീകര വ്യത്യാസമൊന്നുമല്ല, പക്ഷെ എന്നാലും ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടാവും. അപ്പൊ അപ്രോക്സിമേറ്റ് ആയിട്ട് മാത്രമേ നമുക്ക് വോൾട്ട് മീറ്റർ വെച്ച് നമുക്ക് EMF അളക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ പൊട്ടൻഷ്യോ മീറ്റർ എന്ന് പറഞ്ഞ ഉപകരണം ഉപയോഗിക്കുന്നത്. വീണ്ടും ഞാൻ പറഞ്ഞത്, അത് ഉപകരണം എന്ന് വിളിക്കുന്നതിനെക്കാട്ടും അതിനൊരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സർക്യൂട്ട് എന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ വോൾട്ട് മീറ്ററിൽ ഒരു മെയിൻ വയർ ഉണ്ട്. വോൾട്ട് മീറ്ററിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്, അതിലോട്ട് വരാം. അതിന് തൊട്ട് മുന്നേ ഈ PQ എന്ന് പറഞ്ഞ ബ്ലൂയിൽ കാണിച്ചിരിക്കുന്ന വയറുണ്ട്. ഓക്കെ, ആ വയർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്? എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യോ മീറ്ററിന്റെ മെയിൻ വയർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വരാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മാംഗനിൻ ആണ്. ഓക്കെ, മാംഗനിൻ എന്ന് പറയുന്നത് സമ്മിശ്രിതമായി ഉണ്ടാക്കിയേക്കുന്ന ഒരു അലോയ് ആണ് മാംഗനിൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മെറ്റൽസിനെ ചേർത്തുണ്ടാക്കിയേക്കുന്ന ഒരു അലോയ് ആണ് മാംഗനിൻ എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് കോപ്പർ ഉണ്ടാവും, നിക്കൽ ഉണ്ടാവും, മാംഗനീസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ കോപ്പർ നിക്കൽ മാംഗനീസ് ഇത് മൂന്നും ചേർന്നുണ്ടാവുന്ന ഒരു സമ്മിശ്രിതമായ അലോയ് ആണ് മാംഗനിൻ എന്ന് പറഞ്ഞ മെറ്റീരിയൽ. എന്തുകൊണ്ട് മാംഗനിൻ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾക്ക് ചോദ്യം വരാം. ഓക്കെ, പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്, മാംഗനിൻ ഇല്ല ഇപ്പൊ എനിക്ക് കോപ്പർ ഉപയോഗിച്ചാൽ പോലെ അല്ലെങ്കിൽ നിക്കൽ ഉപയോഗിച്ചാൽ പോലെ, എന്തുകൊണ്ട് മാംഗനിൻ തന്നെ ഉപയോഗിക്കുന്നു? അതിന്റെ റീസൺ ആണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്.
ഇതും നമ്മൾ സെഷൻ നമ്പർ 3-ലോ 2-ലോ അങ്ങോട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ അഗൈൻ അതിന്റെ എക്സാക്ട് സെഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അത് നോക്കിയിട്ട് വരാൻ നോക്കാത്തത്. അപ്പൊ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്താ പറയുന്നത്? ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ ഉണ്ട്, ഞാൻ പറയുവാണ് ഈ ഒരു മെറ്റീരിയൽ, ഈ മെറ്റീരിയൽ കൂടെ കറണ്ട് കടന്ന് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. ഇതാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പറയുന്നത്. ആ ഹീറ്റിന്റെ എക്സ്പ്രഷൻ ആണ് I² RT. I എന്ന് പറയുന്നത് കറണ്ട് ആണ്, R എന്ന് പറയുന്നത് ആ മെറ്റീരിയൽ റെസിസ്റ്റൻസ് ആണ്, T എന്ന് പറയുന്ന ടൈം ആണ്. അപ്പോൾ നമ്മൾ ആ സെഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തായാലും ഒരു ഹീറ്റ് നഷ്ടപ്പെടും, കുറച്ചൊക്കെ ഇലക്ട്രിക്കൽ എനർജി ആയിരുന്നു എനിക്ക് വേണ്ടത്. ഈ മെറ്റീരിയൽ കൂടെ കടന്നു പോകും. അപ്പൊ ഇവിടുന്ന് ബാറ്ററി ഉണ്ട്, ബാറ്ററിയിൽ നിന്നും ഇങ്ങനെ കറണ്ട് പോകും. അപ്പൊ കറണ്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് ഈ മെറ്റീരിയലിൽ കൂടെ കറണ്ട് കയറി പോകും. അവിടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടായിരുന്നു നിൽക്കേണ്ടത്, പക്ഷെ അവിടെ കുറെ ഹീറ്റ് ലോസ് വരും. ഇനി ആ ഹീറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് പറ്റും? അവിടുത്തെ ടെമ്പറേച്ചർ മാറും, കൂടുകയോ കുറയോ ചെയ്യും. സാധാരണ കൂടുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ സാധാരണ ഓരോ മെറ്റീരിയലിനും ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടും. ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ് ആ സെഷൻ വീണ്ടും ഇത് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക്സ് എല്ലാം ഉണ്ടാവും. അപ്പൊ അതെല്ലാം നോക്കാം. അപ്പൊ ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റൻസ് ഏത് മെറ്റീരിയലിനും കുറച്ചൊക്കെ മാറും, ചിലതിന് ഭയങ്കരമായി മാറും. പക്ഷെ ഈ മെറ്റീരിയലിന്, ഈ മാംഗനീസ് എന്ന് പറഞ്ഞ മെറ്റീരിയലിന് പ്രാക്ടിക്കലി ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ അതിന് വളരെ കുറവേ ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറുന്നുള്ളൂ എന്നായിരുന്നു ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ എത്ര ഹീറ്റ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ കൂടെ കടന്നു പോകുമ്പോൾ ഈ ഹീറ്റ് ഉണ്ടായി, ഹീറ്റ് കാരണം ടെമ്പറേച്ചർ എത്ര മാറിയാലും ഈ മാംഗനീൻ എന്ന് പറഞ്ഞ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് മാറുന്നില്ല. അതുകൊണ്ട് അതാണ് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ മീറ്ററിൽ മാംഗനീൻ ഉപയോഗിച്ച് മെയിൻ വയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പൊട്ടൻഷ്യൽ മീറ്ററിന്റെ കൺസ്ട്രക്ഷനിലോട്ട് വരാം. ഈ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കാം. ആദ്യം ഒരു ഓക്സിലറി ബാറ്ററി ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മെയിൻ ബാറ്ററി അല്ല. നമുക്ക് എന്താ വേണ്ടത്? അവസാനം ഒരു ബാറ്ററി ഉണ്ട്, ആ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ, ബാറ്ററിയുടെ EMF എനിക്കറിയണം. അതാണ് എനിക്ക് അവസാനം വേണ്ടത്. EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ടെർമിനൽ മൈനസ് നെഗറ്റീവ് ടെർമിനൽ, ആ ഒരു റീഡിംഗ് അറിയണം. പോസിറ്റീവ് ടെർമിനലിലെ പൊട്ടൻഷ്യൽ മൈനസ് നെഗറ്റീവ് ടെർമിനലിലെ പൊട്ടൻഷ്യൽ, ആ ഒരു റീഡിംഗ് എനിക്ക് അറിയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ EMF ഇത് അളക്കാൻ വേണ്ടി ആദ്യം ഒരു ബാറ്ററി ഉണ്ട്. ഇതൊരു ഓക്സിലറി ബാറ്ററിയാണ്. ഇത് എന്റെ മെയിൻ ബാറ്ററി അല്ല. എനിക്ക് ഏത് ബാറ്ററിയിലാണോ മെഷർമെന്റ് എടുക്കേണ്ടത് ആ ബാറ്ററി അല്ല ഇത്. ഇതൊരു ഓക്സിലറി ബാറ്ററിയാണ്. കറണ്ട് ഈ സർക്യൂട്ടിൽ കൂടെ കടന്നു പോകാൻ വേണ്ടി സെപ്പറേറ്റ് ആയി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഒരു ബാറ്ററിയാണ് ഈ ബാറ്ററി. അപ്പോൾ ഒരു ഓക്സിലറി ബാറ്ററി ഉണ്ട്. അതിന്റെ EMF E ആണ് എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്രയോ ആയിരിക്കും, 10 വോൾട്ട് 100 വോൾട്ട് എത്രയാണെന്ന് അറിയത്തില്ല, E എന്ന് എടുത്തു. അതിനുശേഷം ഒരു റെസിസ്റ്റൻസ് ബോക്സ് ഉണ്ട്. എന്താ റെസിസ്റ്റൻസ് ബോക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിറ്ററലി ഒരു ബോക്സ് തന്നെയാണ്. ആ ബോക്സിൽ കുറെ കീസ് ഉണ്ടാവും. ഇങ്ങനെ കുറെ കീസ് കുത്തി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ലാബിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ബോക്സിൽ ഇങ്ങനെ കുറെ, ഞാൻ പറഞ്ഞില്ല, കുറെ കീസ് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടാവും. ഈ കീസ് ഇങ്ങനെ വലിച്ചൂരിയായിരിക്കും ഇതിന്റെ റെസിസ്റ്റൻസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ ഇതിൽ ഒരു മാർക്കിംഗ് ഉണ്ടാവും, 1 ohm 3 ohm. ഇതേപോലെ എക്സാക്ട് ആവണമെന്നില്ല, ഞാൻ ജസ്റ്റ് റാൻഡമായി വരയ്ക്കണം, അപ്രോക്സിമേറ്റ് ആയിട്ട് വരയ്ക്കണം. അപ്പൊ ഞാൻ പറയുവാണ് ഈ 1 ohmന്റെ ബാക്കി എല്ലാ കീയും ഇങ്ങനെ കുത്തി വെച്ചായിരിക്കും. ഈ 1 ohmന്റെ കീ വലിച്ചൂരി കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് ബോക്സിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പറയുന്നത് 1 ohm ആണ്. ഓക്കെ, തിരിച്ച് ഞാൻ ആ 1 ohm കുത്തി 3 ohm വലിച്ചൂരി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ബോക്സിന്റെ ബാക്കി എല്ലാം അവിടെ ഉണ്ട്, ബാക്കി എല്ലാ കീസും ഉണ്ട്. 3 ohm മാത്രം വലിച്ചൂരി കഴിഞ്ഞാൽ 3 ohms ആയിരിക്കും അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. 1 ഉം 3 ഉം കൂടെ ചേർത്ത് വലിച്ചു ബാക്കി എല്ലാം അവിടെ ഉണ്ടെങ്കിൽ 4 ohm ആയിരിക്കും റെസിസ്റ്റൻസ്. അങ്ങനെ കീസ് വലിച്ചുകൂടി എനിക്ക് റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് എന്ന് വിളിക്കുന്നത്. അതിന് RB എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ റെസിസ്റ്റൻസ് R സബ്സെറ്റ് B എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ മെയിൻ വയർ വരുന്നു. മെയിൻ വയർ PQ. അതാണ് ഞാൻ പറഞ്ഞ ഈ മാംഗനീൻ എന്ന് പറഞ്ഞ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് PQ-ന്റെ ഇടയ്ക്കിരിക്കുന്നു. അതിന്റെ ലെങ്ത് L ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഈ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ വയർ ഉണ്ടല്ലോ, ഈ PA AB BQ എന്ന് പറഞ്ഞ ആ പോകുന്ന വയർ, ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന വയർ, ആ വയറിന് ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ വയറിന്റെ ചെറിയ റെസിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ സ്മോൾ r ആയി എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് മെയിൻ സർക്യൂട്ടിൽ. ആദ്യം ടോപ്പ് സർക്യൂട്ട് നോക്കാം. PABQ എന്ന് പറഞ്ഞ സർക്യൂട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം PABQ നമുക്ക് നോക്കാം. സർക്യൂട്ട് PABQ ഞാൻ പറയുവാണ്. ആദ്യം റെസിസ്റ്റൻസ് പെർ ലെങ്ത് എന്നുള്ള ഒരു സംഭവം ഞാൻ എഴുതാൻ പോവാണ്. റെസിസ്റ്റൻസ് പെർ ലെങ്ത് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഞാൻ ഈ PQ എന്ന് പറഞ്ഞ സാധനം ഒന്നുകൂടെ വരയ്ക്കുവാണ്. സോ ഇത് P, ഇത് Q ആണെന്ന് വിചാരിക്കുക. അപ്പൊ PQ-യുടെ ഇടയ്ക്ക് ഇങ്ങനെ വയർ പിടിച്ച് കെട്ടിയേക്കുവാണ്. ഓക്കെ, ചിലത് ഇങ്ങനെ 4ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരും, പിന്നെ ഇങ്ങനെ വരും, പിന്നെ ഇങ്ങനെ വരും, പിന്നെ ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഞാൻ ഒറ്റ അടിക്ക് വരച്ചു. ഇങ്ങനെ 4ആയി. ചിലപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിൽ, മിക്കവാറും ടെക്സ്റ്റ് ബുക്കിലെല്ലാം 4ആയിട്ടായിരിക്കും കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഒറ്റ അടിക്ക് ഞാനും വരച്ചതേ ഉള്ളൂ, കാരണം ജംഗ്ഷൻ ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് ഒറ്റ അടിക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഒറ്റ അടിക്ക് വരച്ചത്. അപ്പൊ PQ ഇവിടെ ഉണ്ട്. ഇനി ഞാൻ പറയുവാണ് ഈ PQ-ന് 100 മീറ്റർ നീളമുണ്ട് എന്ന് ഞാൻ പറയുവാണ്. അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് 100 ohm ആണ് എന്ന് ഞാൻ പറയും. അപ്പൊ 1 മീറ്ററിന് എത്രയാണ് റെസിസ്റ്റൻസ് വരുന്നത് എന്ന് ചോദിക്കും.
അതിനാണ് റെസിസ്റ്റൻസ് പെർ ലെങ്ത് എന്ന് പറയുന്നത്. അതിന് തന്നെയാണ് R/L. ഓക്കെ, റെസിസ്റ്റൻസ് പെർ ലെങ്ത്, ആ ഒരു പ്രോപ്പർട്ടി പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് റെസിസ്റ്റൻസ് പെർ ലെങ്ത് കിട്ടുന്നത്? 100 ഓം അല്ലെങ്കിൽ 200 ഓം എന്ന് വിചാരിക്കുക. 200 ഓം ഉണ്ട്, അതിന് 100 മീറ്റർ നീളം ഉണ്ടെങ്കിൽ 200 ഡിവൈഡഡ് ബൈ 100 ആ റെസിസ്റ്റൻസ് R ഡിവൈഡഡ് ബൈ L ആയിരിക്കും അവിടെ കിട്ടുന്ന റെസിസ്റ്റൻസ് പെർ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, പെർ ലെങ്ത് R1 എന്ന് ഞാൻ വിളിക്കുവാണെങ്കിൽ റെസിസ്റ്റൻസ് പെർ ലെങ്ത് R/L ആയിരിക്കും. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു R1 എന്ന് ഞാൻ ഇതിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ RPQ ആണ് ഇതിന്റെ ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു, ഈ L ലെങ്ത്തിന്. അപ്പൊ RPQ ഡിവൈഡഡ് ബൈ ലെങ്ത് L ആണ്. അപ്പൊ L, അപ്പൊ RPQ എനിക്ക് എങ്ങനെ എഴുതാം? R1 into L എന്ന് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ പറയുവാണ്, എനിക്ക് ഇതിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, കറണ്ട്, ഈ സർക്യൂട്ടിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണം. എങ്ങനെയാ കറണ്ട് പോകുന്നത്? ഇവിടെ പോസിറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഇതിൽ കൂടെ ഇങ്ങനെയായിരിക്കും ഇറങ്ങി കറണ്ട് പോകുന്നത്. ശരിയാണോ? ഇങ്ങനെ ഇറങ്ങി ഇതിൽ കൂടെ പോയി ഇങ്ങനെ പോകും. അപ്പൊ ഈ വയറിൽ എത്ര കറണ്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വയറിൽ വരുന്ന കറണ്ട് ഈ ഒരു ടോപ്പ് സർക്യൂട്ടിൽ ഈ ഒരു ബാറ്ററി കാരണമായിരിക്കും വരുന്നത്. അവിടെ വരുന്ന കറണ്ട് എത്രയായിരിക്കും? കറണ്ട് നമുക്കറിയാം, ഓംസ് ലോ പ്രകാരം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ വോൾട്ടേജ് എനിക്കറിയാം, ഈ കറണ്ടിന്റെ EMF എന്ന് പറയുന്നത്, ഈ ബാറ്ററിയുടെ EMF എന്ന് പറയുന്നത് E തന്നെയാണ്, ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. എന്തൊക്കെ റെസിസ്റ്റൻസ് ആവുന്നത്? ആദ്യം ഒരു റെസിസ്റ്റൻസ് ബോക്സ് ഉണ്ട് RB. ഓക്കെ, രണ്ടാമത് ആ കണക്ട് ചെയ്യുന്ന വയറിന്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് സ്മോൾ r, ആൻഡ് ദെൻ ഈ വയറിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്. കണക്ട് ചെയ്യുന്ന വയർ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, ഈ ബ്ലാക്കിൽ വരച്ചിരിക്കുന്നതാണ് കണക്ട് ചെയ്യുന്ന വയർ. PA ഉണ്ട്, AB ഉണ്ട്, DQ ഉണ്ട്. ഓക്കെ, ആ മൂന്നിന്റെയാണ് സ്മോൾ r പറഞ്ഞത്. ഒരു റെസിസ്റ്റൻസ് ബോക്സ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അത് കൂടാണ്ട് PQ ഉണ്ട്, RPQ. അപ്പൊ ഇത്രയും ഇതിന്റെ മൂന്നിന്റെയും സം ആയിരിക്കും എനിക്ക് വരുന്നത്. അപ്പൊ PQന്റെ പറഞ്ഞു പ്ലസ് PA AB BQന്റെ സ്മോൾ r ആണ്, പ്ലസ് ഒരു റെസിസ്റ്റൻസ് ബോക്സ് RB ഉണ്ട്. ഇതായിരിക്കും എനിക്ക് അവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, എനിക്ക് നെക്സ്റ്റ് ഞാൻ R എടുക്കണം, താഴത്തെ സർക്യൂട്ട് ഞാൻ എടുക്കണം. അപ്പൊ ആ മുകളിലത്തെ സർക്യൂട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മുകളിലത്തെ സർക്യൂട്ട് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? RPQ എന്താണെന്ന് പറഞ്ഞു, R1 into L എന്ന് പറഞ്ഞു. കറണ്ട് അതിൽ കൂടെ RPQയിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് E ഡിവൈഡഡ് ബൈ RPQ പ്ലസ് R പ്ലസ് RB എന്ന് പറഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ സർക്യൂട്ട് വരയ്ക്കാൻ പോവാണ്. സർക്യൂട്ടില് രണ്ടാമത്തെ സർക്യൂട്ട് പറയുന്നത് ഈ സർക്യൂട്ടാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ വരച്ച് കാണിക്കാം. പിയിൽ നിന്നും ഞാൻ ഒരു ബാറ്ററി കണക്ട് ചെയ്തു. ബാറ്ററിയുടെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോസിറ്റീവ് ആദ്യവും നെഗറ്റീവ് കിട്ടും. കാരണം പല പിള്ളേരും പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ തിരിച്ച് കണക്ട് ചെയ്തിട്ട് തെറ്റായ റീഡിംഗ് എടുത്തോണ്ട് പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഈ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബാറ്ററി. അപ്പൊ ഞാൻ വരയ്ക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് PTSR എന്ന് പറയുന്ന സർക്യൂട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെയാ ഉള്ളത്? PTSR, അതായത് താഴെയുള്ള സർക്യൂട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ എന്തൊക്കെയാ ഉള്ളത്? അവിടെ ഒരു മെയിൻ ബാറ്ററി ഉണ്ട്, ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അളക്കുന്ന ഒരു ഉപകരണം, അത്രേ ഉള്ളൂ ഗാൽവനോമീറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ആണ്. ഇനി ശ്രദ്ധിക്കാം, ഞാൻ ഈ സർക്യൂട്ടാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം റെസിസ്റ്റൻസ് ഓഫ് PR എഴുതാം. കാരണം എനിക്ക് ഈ വയറിലാണ് മെയിൻ ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ എന്തൊക്കെയാ ഉള്ളത്? ഒരു ബാറ്ററി ഉണ്ട്, ഗാൽവനോമീറ്റർ ഉണ്ട്, ഒരു ജോക്കി കീ എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ ജോക്കി കീ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് എനിക്ക് ഇതിന്റെ പുറത്തുകൂടെ വെച്ച് ഞെരക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ ഞാൻ Pയിൽ നിന്നും Q വരെ ഇതിനെങ്ങനെ നീക്കി കൊണ്ടുപോകും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ജോക്കി കീ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഈ PR എന്ന് പറഞ്ഞത് ഇങ്ങനെ മാറി മാറി ഇരിക്കും. PR ലെങ്ത് കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. ആ ലെങ്തിനെ സ്മോൾ l ആയി ഞാൻ എടുക്കുന്നു. ഓക്കെ, ഈ ടോട്ടൽ ലെങ്ത് എനിക്ക് അറിയായിരുന്നു, ക്യാപിറ്റൽ L ആയിരുന്നു. ഓക്കെ, മറ്റതിനെ സ്മോൾ l ആയി എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലെങ്തിനുള്ള റെസിസ്റ്റൻസ് RPQ എന്ന് പറയുന്ന സാധനം R1 into L ആയിരുന്നു, R1 into ക്യാപിറ്റൽ L ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് PR RPR എന്ന് പറയുന്ന സാധനം ഇത് RPQ R1 into L ആയിരുന്നെങ്കിൽ RPR എന്ന് പറയുന്നത് PQന് R1 into L ആയിരുന്നു. അപ്പൊ PRന് R1 into സ്മോൾ l ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ആണ്. അത്രയും നീളത്തിലുള്ള വോൾട്ടേജ് ആണ്. വോൾട്ടേജ് ഓഫ് PR പറയാൻ പോവാണ്. വോൾട്ടേജ് ഓഫ് PR നമുക്കറിയാം, ബൈ ഓംസ് ലോ I into അവിടെ ഉണ്ടാവുന്ന കറണ്ട് ഇൻറ്റു RPR ആയിരിക്കും. ഓക്കെ, നമുക്ക് I അറിയാം, കറണ്ട് ഈ ഇതിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് PR ആണെങ്കിൽ PQ ആണെങ്കിൽ സെയിം കറണ്ട് തന്നെയാണ് ആ വയറിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പൊ I അറിയാം, അതേപോലെ RPR നമുക്കിപ്പോ അറിയാം. അപ്പൊ അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് അറ്റ് PR VPR എന്ന് ഞാൻ എഴുതുവാണ്.
എന്ന് പറയുന്നത് എത്ര? ഐ എന്ന് പറയുന്നത് നമുക്കറിയാം ഇ ഡിവൈഡഡ് ബൈ ഇവിടെ ഇ ഡിവൈഡഡ് ബൈ ആർ പി ക്യൂ പ്ലസ് ആർ പ്ലസ് ആർ ബി. ഈ സാധനം തന്നെയാണ് എഴുതിയത്. ഓക്കെ, ഇതേ ദ ഹോൾ ഇൻറ്റു ആർ പി ആർ നമുക്കറിയാം R1 ഇൻറ്റു എൽ ആണ്. ഇനി ശ്രദ്ധിക്കാം, ഞാൻ വൺസ് ഈ ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഓക്സിലറി ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇ എം എഫ് പിന്നെ മാറത്തില്ല. അപ്പൊ ഈ ഇ എം എഫ് എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി ഈ ആർ പി ക്യൂ എന്ന് പറഞ്ഞത് ലെങ്ത് എൽ തന്നെയാണ്, ലെങ്ത് ഒന്നും മാറുന്നില്ല. ടോട്ടൽ ലെങ്ത് ഈ ലെങ്ത് ആണ് മാറുന്നത്, പി ആർ എന്ന് പറഞ്ഞ ലെങ്ത്. ഈ ക്യാപിറ്റൽ എല്ലിന് ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ ആർ പി ക്യൂ അവിടെ ഉള്ള റെസിസ്റ്റൻസ് ആർ പി ക്യൂവിനും ഒരു ചേഞ്ചും വരുന്നില്ല. അപ്പൊ ഇതും ഒരു കോൺസ്റ്റന്റ് ആണ്. സ്മോൾ ആർ എന്ന് പറയുന്നത് എന്ത് വരും? ഈ വയറിന്റെ റെസിസ്റ്റൻസ്, ആ വയറൊന്നും പിന്നെ മാറുന്നില്ല. ഇത്രയും ഈ റാ പോലെ ഇരിക്കുന്ന മുകളിലുള്ള അത്രയും സാധനങ്ങളുടെ റെസിസ്റ്റൻസ് ആണ്, അത് മാറുന്നില്ല. അപ്പൊ ഇതും ഒരു കോൺസ്റ്റന്റ് ആണ്, ആർ എന്ന് പറയുന്ന സാധനം. ആർ ബി റെസിസ്റ്റൻസ് ബോക്സ് എനിക്ക് മാറ്റാൻ ഉണ്ടെങ്കിലും ആദ്യം ഞാൻ സെറ്റ് ചെയ്തു, കുറച്ച് റെസിസ്റ്റൻസ് കീസ് ഒക്കെ ഊരിയിട്ട് വൺസ് അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതും മാറത്തില്ല. അപ്പൊ അതും ഒരു കോൺസ്റ്റന്റ് ആണ്. R1 റെസിസ്റ്റൻസ് പെർ ലെങ്ത്, അതും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ വയർ തന്നെയാണ്, ഈ എവിടെ വെച്ചാലും ഈ വയർ തന്നെയാണ്. ആ വയറിന്റെ റെസിസ്റ്റൻസ് പെർ ലെങ്ത്, ഒരു നീളത്തിൽ എത്ര റെസിസ്റ്റൻസ് വരുന്നു, ഒരു മീറ്ററിൽ എത്ര റെസിസ്റ്റൻസ് വരുന്നു എന്നുള്ളത് മാറത്തില്ല. അപ്പൊ ഇതെല്ലാം കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ വേരിയബിൾ ആയി മാറുന്നത്, ഈ ജോക്കി കീ പിടിച്ച് മാറ്റുമ്പോൾ ആകെ മാറുന്ന ഒരു ഒറ്റ സാധനം ലെങ്ത് ആയിരിക്കും. സ്മോൾ ഇവിടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മോളിൽ കുഞ്ഞായി നീക്കി എല്ലായി, പിന്നെ നീക്കി എൽ കൂടി അവസാനം മാക്സിമം എല്ലായിരിക്കും, ക്യാപിറ്റൽ എല്ലായിരിക്കും. ഓക്കെ, അപ്പൊ മാറുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, സ്മോൾ എൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? വി പി ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ എന്ന് എഴുതാം. ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണെങ്കിൽ എനിക്ക് അങ്ങനെ എഴുതാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് ആ പ്രൊപ്പോർഷനിൽ മാറ്റാൻ വേണ്ടി വേറെ സിമ്പിൾ ഞാൻ കൊടുക്കുവാണ്, വി പി ആർ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എൽ എന്ന് ഞാൻ പറയുവാണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ എങ്ങനെ എഴുതാം? സിഗ്മ ഈക്വൽ ടു വി പി ആർ ഡിവൈഡഡ് ബൈ എൽ. ഇതിനെയാണ് നമ്മൾ വോൾട്ടേജ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. വോൾട്ടേജ് ഗ്രേഡിയന്റ് എന്താ ഈ വോൾട്ടേജ് ഗ്രേഡിയന്റ് ഉദ്ദേശിക്കുന്നത്? ശ്രദ്ധിക്കാം, ഈ വയർ ഇരിക്കുവാണ്, ഞാൻ പറയുവാണ് ഈ വയറിന് 200 വോൾട്ട് ഉണ്ട് ടോട്ടൽ. ഓക്കെ, ടോട്ടൽ ഇതിൽ വരുന്ന പൊട്ടൻഷ്യൽ 200 വോൾട്ട് ആണ്. 100 മീറ്റർ നീളം ഇതിനുണ്ട് എന്ന് ഞാൻ പറയുന്നു. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ലെങ്ത്, അപ്പൊ ഓരോ മീറ്ററിലും എത്ര വോൾട്ടേജ് വരുന്നു അല്ലെ, അതിനാണ് നമ്മൾ സിഗ്മ വോൾട്ടേജ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറയുവാണ്, ഇവിടുന്ന് ആദ്യം 1 മീറ്റർ പോയപ്പോ ഇവിടെ എത്ര വരുന്നത്? 1 മീറ്ററിൽ ഫോർ 1 മീറ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 2 വോൾട്ട് ആണ്. ശരിയാണ്. അപ്പൊ ആദ്യം 0യിൽ നിന്ന് തുടങ്ങി, ഈ ജോക്കിക്ക് എടുത്തിട്ട് നിങ്ങൾ തുടങ്ങേണ്ട അങ്ങനെ പറഞ്ഞാൽ ആദ്യം 0യിൽ നിന്ന് തുടങ്ങും, എന്നിട്ട് അങ്ങോട്ട് ഞരക്കാണ് പോകുന്നത്. അപ്പൊ ആദ്യം 0യിൽ നിന്ന് തുടങ്ങുമ്പോൾ വോൾട്ടേജ് അവിടെ 0 ആയിരുന്നു. 1 മീറ്റർ പോയാൽ 2 ആയി, 2 മീറ്റർ പോയാൽ 4 ആയി, 4 മീറ്റർ പോയാൽ 8 ആയി, പിന്നെയും പോയാൽ 10 മീറ്റർ പോയാൽ 20 ആയി, 30 മീറ്റർ പോയാൽ 60 ആയി. അങ്ങനെ കൂടി അവസാനം 200 വരെ പോകും. അതിനെ തന്നെയാണ് നമ്മളൊരു ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ പതുക്കെ ഒരു സാധനം പതുക്കെ മാറി വേറെ ഒരെണ്ണം, അല്ലെങ്കിൽ പതുക്കെ കൂടി വേറൊരു വാല്യൂ ആവുന്നു. ഇതിനെ തന്നെയാണ് നമ്മൾ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഇതിനെ വോൾട്ടേജ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് 2 മാർക്കിന് ചോദിക്കാം, എന്താ വോൾട്ടേജ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് ഗ്രേഡിയന്റ് എന്താണ് എഴുതുക? ആദ്യം ഡെഫിനിഷൻ എഴുതാം, ഡെഫിനിഷൻ എഴുതിയിട്ട് എക്സ്പ്രഷൻ എഴുതാം. ഞാൻ പറഞ്ഞത് 5 കാര്യം എപ്പോഴും എഴുതാം. ഏത് പ്രോപ്പർട്ടി ചോദിച്ചാലും ഡെഫിനിഷൻ, എക്സ്പ്രഷൻ, അതിന്റെ ഡയമെൻഷൻ, യൂണിറ്റ് ആൻഡ് സ്കെയിലർ ആണോ വെക്ടർ ആണോ, ഈ 5 കാര്യങ്ങൾ എഴുതണം. അപ്പൊ ആദ്യം ഡെഫിനിഷൻ എഴുതി, ആൻഡ് ദെൻ ഇതിന്റെ എക്സ്പ്രഷൻ എഴുതി, വി പി ആർ ഡിവൈഡഡ് ബൈ എൽ ആണ് ഇതിന്റെ സിഗ്മ എന്ന് പറയുന്ന നൊട്ടേഷൻ വരുന്നത്. യൂണിറ്റ് എന്തായിരിക്കും? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ മീറ്റർ, വോൾട്ട് ബൈ മീറ്റർ തന്നെയായിരിക്കും. എത്ര വോൾട്ടേജ് ഉണ്ട് ഡിവൈഡഡ് ബൈ എത്ര ലെങ്ത് ഉണ്ട് മീറ്റർ, അത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കാം. ഇനി ശ്രദ്ധിക്കാം, ഇനി നമുക്ക് സർക്യൂട്ട് PTSR എടുക്കാം. രണ്ടാമത്തെ സർക്യൂട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. രണ്ടാമത്തെ സർക്യൂട്ടിലാണ് എനിക്ക് ഏത് ബാറ്ററിക്കാണോ കണക്ട് ചെയ്യേണ്ടത്, ഏത് ബാറ്ററിയിലാണോ അളക്കേണ്ടത്, വോൾട്ടേജ് അളക്കേണ്ടത്, ആ ബാറ്ററി ഉള്ളത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഇഫക്റ്റീവ് വോൾട്ടേജ്, എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കാം, ഈ മെയിൻ ബാറ്ററി കാരണം ഇതിൽ കൂടെ ഒരു കറണ്ട് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് കാരണം ഈ വയറിൽ ഞാൻ ഈ സാധനം കൊണ്ട് പിടിക്കുമ്പോൾ അത് കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഓക്കെ, അത് കൂടാണ്ട് ഈ ബാറ്ററി, മെയിൻ ബാറ്ററി, അതായത് ഓക്സിലറി ബാറ്ററി കാരണമുള്ള കറണ്ടാണ് ഇത് പറഞ്ഞത്, അത് കാരണം ഒരു വോൾട്ടേജ് ഉണ്ടാവും ആ സർക്യൂട്ടിൽ. അതല്ലാതെ ഈ മെയിൻ ബാറ്ററിയും ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിന്റെയും എഫക്റ്റീവ് ഇതായിരിക്കും, എത്രയാണോ കിട്ടുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം? കിർച്ചോഫ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം.
കിർച്ചോഫ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം. ആദ്യം ഇതിന്റെ ഡയറക്ഷൻ നോക്കാം. നമുക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്, എന്നിട്ട് ആ സെൽസിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എഫക്റ്റീവ് വോൾട്ടേജ് കണ്ടുപിടിക്കുക. എങ്ങനെയാ നോക്കാം. ഈ കറണ്ട് പോകുന്ന എങ്ങനെയുണ്ട്, നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കറണ്ടും അതും ഒരേ ഡയറക്ഷനിൽ പോകുന്നു. ആ വോൾട്ടേജും നമ്മൾ നോക്കുന്ന കറണ്ടും ഈ വോൾട്ടേജാണ് ആദ്യം എഴുതുന്നത്, ഈ റെസിസ്റ്റൻസ് കാരണമുള്ള വോൾട്ടേജ്. അപ്പോൾ അതിൽ കൂടെ പോകുന്ന കറണ്ടും ഞാൻ നോക്കുന്ന ഡയറക്ഷൻ സെയിം ആണ്. അപ്പൊ അത് നെഗറ്റീവ് ആയിട്ട് വരും, മൈനസ് ഓഫ് വി പി ആർ. വി പി ആർ നമുക്കറിയാം, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് വി പി ആർ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട, ഇപ്പോഴത്തേക്ക് വി പി ആർ എന്ന് എഴുതിയാണ്. ഇനി ഇവിടെ നോക്കാം മെയിനിൽ. അപ്പൊ ഈ ബാറ്ററി കറണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി. ഈ ബാറ്ററിയിൽ എങ്ങനെയാ വരുന്നത്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് വന്നു. അപ്പൊ അത് പ്ലസ് ആയി. പ്ലസ് വോൾട്ടേജ് ഓഫ് ഇ എം എഫ് ഓഫ് ബാറ്ററി, ഇ എം എഫ് ഓഫ് മെയിൻ ബാറ്ററി, ഇ എം എന്ന് ഞാൻ എഴുതുക. ഇതായിരിക്കും എനിക്ക് അവിടെ ഉണ്ടാകുന്ന ഇഫക്റ്റീവ് വോൾട്ടേജ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഈ ഇഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്ന രണ്ട് കേസ് വരാം. കേസ് 1, ഈ എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നത്, ഞാൻ ഈ ബാറ്ററി കണക്ട് ചെയ്ത് 10 വോൾട്ട് ഇ എം എഫ് ഉള്ള ഒരു ബാറ്ററിയാണ് ഞാൻ കണക്ട് ചെയ്തെന്ന് വിചാരിക്കാം. ഇവിടെ കിട്ടുന്ന പി ആറിൽ കിട്ടുന്നത് 12 വോൾട്ട് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് എന്തായിരിക്കും, ഈ -12 + 10 -2 അങ്ങനെ എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഞാൻ പറയുവാണ് വി പി ആർ എനിക്ക് 12 വോൾട്ട് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എവിടെയോ കൊണ്ടുപോയി വെച്ചു. അപ്പൊ എനിക്ക് ഇവിടെ നിന്നും കിട്ടുന്ന എഫക്റ്റീവ് വോൾട്ടേജ്, പി ആറിൽ നിന്നും കിട്ടുന്ന എഫക്റ്റീവ് വോൾട്ടേജ് 12 വോൾട്ട് ആയിരുന്നു. ഈ ബാറ്ററി എന്ന് പറയുന്നതിന്റെ ഇ എം എഫ് 10 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്കിത് 0 അല്ലാതെ. അപ്പോ ഗാൽവനോമീറ്ററിൽ അപ്പൊ എന്താ, ഈ സർക്യൂട്ടിൽ ഒരു കറണ്ട് ഉണ്ടാവും. സർക്യൂട്ടിൽ എഫക്റ്റീവ് വോൾട്ടേജ് ഉണ്ടെങ്കിലേ ഒരു കറണ്ട് ഉള്ളൂ. ഒരു സാധനത്തിൽ ഇപ്പൊ ഇതൊരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കാം. ഈ കണ്ടക്ടറിൽ കറണ്ട് കടന്നു പോകണം എന്നുണ്ടെങ്കിൽ ഈ കണ്ടക്ടറിന് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഇത് കൂടിയ പൊട്ടൻഷ്യലും ഇത് കുറഞ്ഞ പൊട്ടൻഷ്യലും ആണെങ്കിൽ മാത്രമേ ഇതിൽ കൂടെ കറണ്ട് കടന്നു പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതേപോലെ ഈ സർക്യൂട്ടിൽ കൂടെ കറണ്ട് കടന്നു പോകണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ എഫക്റ്റീവ് വോൾട്ടേജ് 0 അല്ലാതാവണം. അപ്പൊ ആദ്യത്തെ കേസിൽ എന്തായാലും ഗാൽവനോമീറ്റർ എങ്ങനെ ഇരിക്കുവാണ്, ചുമ്മാ വരയ്ക്കുവാണ് കേട്ടോ. ഗാൽവനോമീറ്റർ -3 -2 -1 0 1 2 3 ഇങ്ങനെ ഇരിക്കുവാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന ഗാൽവനോമീറ്റർ ഇത് ആദ്യം എന്താവും, ഇത് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നെഗറ്റീവ് കറണ്ട് ആയിരിക്കും പോകുന്നു ഇങ്ങനെ. ഇനി തിരിച്ചാണെന്ന് വിചാരിക്കാം, പി ആറിന്റെ വോൾട്ടേജ് 8 ആയി എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഈ പി ആർ വി പി ആർ ലെങ്ത് കുറയുമ്പോൾ വോൾട്ടേജ് കുറയും. വോൾട്ടേജ് ഇസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്നുള്ള കാര്യം നമ്മൾ എഴുതിയായിരുന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട്, വി പി ആർ ഇസ് പ്രൊപ്പോർഷണൽ ടു എൽ. അപ്പൊ ലെങ്ത് കുറച്ചപ്പോൾ എനിക്ക് വോൾട്ടേജ് കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞു വന്ന് 8 വോൾട്ട് ആയി വിചാരിക്കാം. അപ്പോഴും വോൾട്ടേജ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ അവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് +2 ആണ്. അപ്പോൾ എനിക്ക് ഈ ഗാൽവനോമീറ്റർ 2ൽ കൂടുതൽ കാണിക്കും. ഓക്കെ, അത് രണ്ടും നമ്മൾ നോക്കത്തില്ല, നമ്മൾ കേസ് 2ലായിരിക്കും നോക്കുന്നത്. കേസ് 2ൽ വി പി ആർ ഈക്വൽ ടു എഫക്റ്റീവ് വോൾട്ടേജ് ഓഫ് ബാറ്ററി, വിച്ച് മീൻസ് ദാറ്റ് V equal to effective voltage equal to 0. ആ കണ്ടീഷനിലായിരിക്കും എന്ത് പറ്റുന്നത്, ഈ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ 0ൽ വന്ന് നിൽക്കുന്നു. ഓക്കെ, അപ്പൊ ഗാൽവനോമീറ്റർ 0ൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അതിന് നമ്മൾ നൾ ഡിഫ്ലക്ഷൻ മെത്തഡോളജി എന്ന് പറയും. അതായത് നൾ ഡിഫ്ലക്ഷൻ. ഈ പോയിന്റിലായിരിക്കും നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെ ഉപയോഗിക്കാം, ഇനി ഈ വോൾട്ടേജ് 0 ആയി കഴിഞ്ഞാൽ, വോൾട്ടേജ് എനിക്കറിയാം വി പി ആർ മൈനസ് ഇ എം ആയിരിക്കും. അങ്ങനെ വോൾട്ടേജ് 0 ആയി കഴിഞ്ഞാൽ എന്താ, ഇത് 0 ആയി. ഇത് 0 ആയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് എഴുതാം, അപ്പോൾ ഹെൻസ് വി പി ആർ മൈനസ് വി പി ആർ പ്ലസ് ഇ എം ഈക്വൽ ടു 0, വിച്ച് മീൻസ് ദാറ്റ് വി പി ആർ ഈക്വൽ ടു ഇ എം. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, വി പി ആർ എന്താണെന്ന് നമുക്കറിയാം, വി പി ആർ ഈക്വൽ ടു സിഗ്മ എൽ. ഓക്കെ, ഈ ലെങ്ത്, അപ്പൊ ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ പൊട്ടൻഷ്യോമീറ്റർ ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സ്ഥലത്ത് ഇവിടെ മുകളിൽ ഒരു സ്കെയിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇതിലിങ്ങനെ കുറെ റീഡിംഗ് ആണ്. അപ്പോ ഞാൻ ഈ ഡിസ്റ്റൻസ് കൂട്ടും തോറും ഈ സ്കെയിലിൽ എത്ര നീളമുണ്ട് എന്നുള്ളത് എനിക്ക് കിട്ടും. അപ്പൊ ലെങ്ത് എനിക്ക് കിട്ടി, എൽ സ്മോൾ എൽ എനിക്ക് കിട്ടും അല്ലെ. ഈ കിട്ടുന്ന ഈ ലെങ്ത് എത്രയാണ് എന്നുള്ള റീഡിംഗ് എനിക്ക് ഈ സ്കെയിലിൽ നിന്നും കിട്ടും. സിഗ്മ എനിക്ക് നേരത്തെ തന്നിട്ടുണ്ടാവും, ആ വയറിന്റെ സിഗ്മ എത്രയാണെന്ന് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് വെക്കാം. അപ്പൊ സിഗ്മ കണ്ടുപിടിച്ചു, ഈ എല്ലും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സിഗ്മ ഇൻറ്റു എല്ലിൽ വി പി ആർ കിട്ടും. നൺ ഡിഫ്ലക്ഷൻ മെത്തഡോളജി എത്തിക്കഴിയുമ്പോൾ ആ വി പി ആറും ഇ എമ്മും ഈക്വൽ ആയിരിക്കും. ഈ ഒരു മെത്തഡോളജി വെച്ച് എനിക്ക് സെല്ലിന്റെ എക്സാക്ട് ഇ എം എഫ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിനാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞ ഉപകരണം ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്തിനാ ഉപയോഗിക്കുന്നത്, എഫക്റ്റീവ് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി. നമ്മൾ എങ്ങനെയാ ചെയ്തത്, രണ്ട് സർക്യൂട്ട് ഉണ്ട്, പി എ ബി ക്യൂ എന്ന് പറഞ്ഞ സർക്യൂട്ട് ഉണ്ട്, പി ടി എസ് ആർ എന്ന് പറഞ്ഞ രണ്ട് സർക്യൂട്ട് ഉണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞത് റെസിസ്റ്റൻസ് പെർ ലെങ്ത് പറഞ്ഞു, അതിൽ നിന്നും ആർ പി ക്യൂ R1 × L എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പി ക്യൂവിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു, വോൾട്ടേജ് ഡിവൈഡ് ബൈ ആർ, വിച്ച് ഇസ് ഇ ഡിവൈഡ് ബൈ ആർ പി ക്യൂ. ആർ പി ക്യൂ ഉണ്ട്, ആർ പി ക്യൂ എന്ന് പറയുന്നത് ഇതിന്റെ റെസിസ്റ്റൻസ് ആണ്. പിന്നെ ബാക്കിയുള്ള വയറിന്റെ റെസിസ്റ്റൻസ് സ്മോൾ ആർ, പിന്നെ ഈ റെസിസ്റ്റൻസ് ബോക്സിലുള്ള റെസിസ്റ്റൻസ് ആർ ബി.
ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിച്ചു. എന്നിട്ട് അവിടെ ഉള്ള വോൾട്ടേജ് പറഞ്ഞു, പി ആറിനുള്ള വോൾട്ടേജ് പറഞ്ഞു. പി ആറിലുള്ള വോൾട്ടേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ലെങ്ത് ഇൻറ്റു R1 ഇൻറ്റു I ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വി പി ആർ ഇങ്ങനെ കിട്ടും. ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എനിക്ക് വി പി ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വി പി ആർ ഇക്വൽ ടു സിഗ്മ ഇൻറ്റു എൽ. ആ സിഗ്മയെ നമ്മൾ വോൾട്ടേജ് ഗ്രേഡിയന്റ് എന്ന് വിളിച്ചു. ഇനി രണ്ടാമത്തെ സർക്യൂട്ട് നോക്കുമ്പോൾ, രണ്ടാമത്തെ സർക്യൂട്ടിൽ എനിക്ക് എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി പി ആർ മൈനസ് വി പി ആർ പ്ലസ് ഇ എം ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് കേസ് ഉണ്ട്. ഇത് രണ്ടും ഈക്വൽ ആവുന്ന കേസ്, ഇത് രണ്ടും ഈക്വൽ ആവാത്ത കേസ്. ഓക്കെ, ഈക്വൽ ആവുന്ന കേസ് ആയിരിക്കും എനിക്ക് മോർ ഇമ്പോർട്ടന്റ്. കാരണം അപ്പം മാത്രമേ എനിക്ക് EMF കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. EMF കണ്ടുപിടിക്കുന്നതാണ് എന്റെ അവസാനത്തെ ആവശ്യം. അപ്പൊ EMF എങ്ങനെ എഴുതാം? എഫക്റ്റീവ് EMF ഈക്വൽ ടു വി പി ആർ എന്ന് എഴുതാം. വി പി ആർ നമുക്ക് ഇവിടെ ഒരു സ്കെയിൽ വെച്ച് കഴിഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റും. ആ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സിഗ്മ ഇൻറ്റു എൽ വെച്ച് വി പി ആർ കണ്ടുപിടിക്കാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിയെടുക്കാം. നമുക്ക് ആപ്ലിക്കേഷൻ പറയാം. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. സോ രണ്ട് ആപ്ലിക്കേഷനാണ് മെയിൻ ആയിട്ട് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞ ഉപകരണം ഉപയോഗിക്കുന്നത്. ഉപകരണമല്ല, സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം കമ്പാരിസൺ ഓഫ് സെൽ എന്ന് പറയുന്ന സാധനമാണ്. അപ്പം പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു, നൺ ഡിഫ്ലക്ഷൻ പോയിന്റ് നമ്മൾ നേരത്തെ ഇവിടെ മായ്ച്ച സാധനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വി പി ആർ എന്ന് പറഞ്ഞാൽ പിനും ആറിനും ഇടയ്ക്കുള്ള ഇത് തന്നെയാണ് പറയുന്നത്. ഇതാണ് പി ആർ, ഇവിടെ പി ആർ. ഓക്കെ, സോ ഈ വി പി ആർ എന്ന് പറയുന്നത് ബാറ്ററിയുടെ EMF തന്നെ ആയിരിക്കും. എപ്പോഴായിരിക്കും? നൺ ഡിഫ്ലക്ഷൻ. ഈ ഗാൽവനോമീറ്ററിൽ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുമ്പോൾ ബാറ്ററിയുടെ EMF തന്നെ ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ ആയിരിക്കും. പലപ്പോഴും ഈ സിഗ്മ നമുക്ക് അറിയില്ലായിരിക്കും. ഓക്കെ, അപ്പൊ സിഗ്മ അറിയില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അങ്ങനെയുള്ള ഉദ്ദേശത്തിനാണ് ഇത് വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരെണ്ണം ഞാൻ എന്ത് ചെയ്യും? ഒരു EMF എനിക്ക് അറിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ M1 എന്ന് പറയുന്ന സാധനം എനിക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കാം. അറിയാവുന്ന ഒരു ബാറ്ററി എടുത്ത് ഒന്നിൽ കണക്ട് ചെയ്തു. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ വേറെ ഒരു അതേപോലെ ഒരു അറേഞ്ച്മെന്റ് ഞാൻ വെച്ചു. അപ്പൊ ആദ്യം നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് PQ ഉണ്ട്, ഒരു അറേഞ്ച്മെന്റിൽ ബാറ്ററിയും ഗാൽവനോമീറ്ററും ഉണ്ട്. ഇത് അറിയാവുന്ന ബാറ്ററിയാണ്. രണ്ടാമത്തെ അറിഞ്ഞുകൂടാത്ത ബാറ്ററി കണ്ടുപിടിക്കും. അതിന്റെ ഈ PQന്റെ മോഡിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ. PQന്റെ മോഡിൽ ഇതെല്ലാം ഉണ്ട്. താഴെ ഉള്ള സർക്യൂട്ട് മാത്രം PTSR എന്ന് പറയുന്ന സർക്യൂട്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ, മുകളിൽ ഇത് മൊത്തം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഒരു ബാറ്ററി, അറിയാവുന്ന ബാറ്ററി കണക്ട് ചെയ്തു. രണ്ടാമത്തെ അതേപോലെ തന്നെ അറിഞ്ഞൂടാത്ത ബാറ്ററി കണക്ട് ചെയ്തു. അപ്പോൾ എനിക്കറിയാം EM1 നൺ ഡിഫ്ലക്ഷൻ മെത്തഡോളജിയിൽ EM1 എന്ന് പറയുന്നത് സിഗ്മ L1 ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് L1 P മുതൽ ആദ്യം ഉണ്ടായിരുന്ന R1 വരെയുള്ള ഡിസ്റ്റൻസ്, R1 ഇത് എടുക്കുവാണെങ്കിൽ ഇത് R2 എന്ന് എടുക്കുവാണെങ്കിൽ P മുതൽ R1 വരെ എനിക്ക് അറിയാം സിഗ്മ L1 ആയിരിക്കും. സിഗ്മ ഇൻറ്റു അവിടെ ഉള്ള ലെങ്ത്. രണ്ടാമത്തെ EM2 എനിക്ക് അറിഞ്ഞൂടാത്ത ബാറ്ററിയാണ്. ഏത് ബാറ്ററിക്കാണോ കണ്ടുപിടിക്കാണ് അതിനും എനിക്കറിയാം സിഗ്മ ഇൻറ്റു L2 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ EM2 ഡിവൈഡഡ് ബൈ EM1 എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്മ L2 ഡിവൈഡഡ് ബൈ സിഗ്മ L1 ആയിരിക്കും. സിഗ്മ കട്ട് ചെയ്ത് പോകും. L2 ഡിവൈഡഡ് ബൈ L1 ആണ്. അങ്ങനെയാണെങ്കിൽ EM2 കണ്ടുപിടിക്കാൻ എനിക്ക് സിമ്പിൾ ആയി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. EM1 ഇൻറ്റു L2 ഡിവൈഡഡ് ബൈ L1 എന്ന് ചെയ്താൽ മതി. വീണ്ടും ഇവിടെ ഒരു സ്കെയിൽ ഉണ്ടാവും. അപ്പൊ L2 L1 ആ സ്കെയിലിൽ നിന്നും എനിക്ക് കിട്ടും. ബാക്കി ഒന്നും എനിക്ക് വേണ്ട. ആദ്യത്തെ ബാറ്ററിയുടെ EMF എനിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ബാറ്ററിയുടെ EMF എനിക്ക് സിഗ്മയുടെ ആവശ്യമില്ലാതെ ഇവിടെ കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞ ഉപകരണം ഉപയോഗിക്കാം. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ PABQ എന്ന് പറഞ്ഞ ആ സർക്യൂട്ട് അതേപോലെ മുകളിൽ ഇരിക്കുവാണ്. താഴെയുള്ള സർക്യൂട്ട് മാത്രമാണ് മാറുന്നത്. താഴെയുള്ള സർക്യൂട്ട് എങ്ങനെയാണ് മാറുന്നത്? ഈ ഗാൽവനോമീറ്റർ അങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടെ സെല്ല് മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, മെയിൻ ബാറ്ററി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ അതിന് പകരം സെല്ലിന്റെ കൂടെ സീരീസിൽ ഒരു റെസിസ്റ്റർ R കണക്ട് ചെയ്തു, പാരലലിൽ ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്തു. എന്താ ഈ റെസിസ്റ്റൻസ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ബോക്സ് തന്നെയാണ്. അതിൽ കുറെ റെസിസ്റ്റർ ഇങ്ങനെ കീസ് ഊരാൻ പറ്റും. 1 ohm ഉണ്ടാവും, 2 ohm ഉണ്ടാവും, 100 ohm ഉണ്ടാവും, 1000 ohm ഉണ്ടാവും, അവസാനം ഒരു ഇൻഫിനിറ്റി കീ ഉണ്ടാവും കേട്ടോ, ഇൻഫിനിറ്റി റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് പിടിച്ച് ഊരിക്കഴിഞ്ഞാൽ ഇതിൽ കൂടെ കറണ്ട് ഒന്നും പോകത്തില്ല, അതായത് BCയിൽ കൂടെ കറണ്ട് ഒന്നും പോകത്തില്ല. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ അതാണ് ചെയ്യുന്നത്. ഇൻഫിനിറ്റി കീ വലിച്ചു വരും, എന്നിട്ട് ഇതിനെ പിടിച്ച് ബാലൻസ് ചെയ്യും. നൺ ഡിഫ്ലക്ഷൻ കൊണ്ടുവയ്ക്കും. ഈ ഗാൽവനോമീറ്റർ എപ്പോഴാണ് 0 എടുക്കുന്നത് അതിൽ കൊണ്ടുവയ്ക്കും. അപ്പോഴത്തെ ലെങ്ത് L1 ആണെന്ന് വിചാരിക്കാം. ഇൻഫിനിറ്റി വലിച്ചു ഊരിയതിനു ശേഷം ഇതിനെ നൺ ഡിഫ്ലക്ഷൻ കൊണ്ടുവരും. അപ്പൊ ഇവിടെ ഈ സെല്ലിൽ നിന്നും, സെല്ല് ഓപ്പൺ സർക്യൂട്ട് ഇല്ല. ഇൻഫിനിറ്റി വലിച്ചു ഊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ട് ഇല്ല എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ഡിസ്ചാർജ് ആവുന്ന EMF തന്നെ ആയിരിക്കും. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? EMF ഈക്വൽ ടു സിഗ്മ L1 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ ഇൻഫിനിറ്റി തിരിച്ചു വെക്കും, എന്നിട്ട് വേറെ ഏതെങ്കിലും റെസിസ്റ്റർ വലിച്ചു വരും. അപ്പോൾ റെസിസ്റ്റൻസ് നോട്ട് ഈക്വൽ ടു ഇൻഫിനിറ്റി, റെസിസ്റ്റൻസ് ബോക്സ് നോട്ട് ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എനിക്ക് എന്തായി? അവിടെ ഡിസ്ചാർജ് ചെയ്ത ഇതിന്റെ സർക്യൂട്ടിൽ
ഒരു വോൾട്ടേജ് ഉണ്ടായി, സർക്യൂട്ടിൽ വോൾട്ടേജ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സർക്യൂട്ടിൽ ഡിസ്ചാർജ് നടക്കുമ്പോൾ വോൾട്ടേജ് ഇ എം എഫ് തന്നെ അല്ല, ഇ എം എഫ് അല്ലായിരിക്കും. ഇ എം എഫിന് പകരം അവിടെ ഉണ്ടാവുന്ന ഇന്റേണൽ റെസിസ്റ്റൻസ് കാരണം, ആ സെല്ലിന്റെ അകത്തുള്ള റെസിസ്റ്റൻസ് കാരണം ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അത് മൈനസ് ചെയ്താൽ എത്ര കിട്ടും, അത് എത്ര മാത്രമേ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ ഈ രണ്ട് പോയിന്റ് തമ്മിൽ ഞാൻ ഇഫക്റ്റീവ് വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഇ മൈനസ് ഐ ആർ ആയിരിക്കും. അപ്പൊ വീണ്ടും ഞാൻ പിടിച്ചതിനെ ബാലൻസ് ചെയ്യും. അപ്പൊ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ എങ്ങനെ വന്നു, ഇവിടെയാണ് ക്യൂ ഇരിക്കുന്നത് വിചാരിക്കാം. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെയാണ് ആയത് എന്ന് വിചാരിക്കാം, ബാലൻസ് ആയത്, നൺ ഡിഫ്ലക്ഷൻ ആയത്. നൺ ഡിഫ്ലക്ഷൻ പറഞ്ഞാൽ എന്താ, ഗാൽവനോമീറ്റർ 0 കാണിക്കുന്നു. ആ ലെങ്ത് L2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ L2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് കിട്ടേണ്ടത് എന്താണ്, ഇ എം എഫ് ഇൻറ്റു ഐ ആർ ആണ്. ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പൊ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, വി ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഐ ആറിനെ ഇപ്പുറത്തുകൊണ്ടുപോയി വിനെ ഇപ്പുറത്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഐ ആർ ഈക്വൽ ടു ഇ മൈനസ് വി ആൻഡ് ആർ ഈക്വൽ ടു ഇ മൈനസ് വി ഡിവൈഡഡ് ബൈ ഐ. ഇനി എനിക്കറിയാം ഐ എന്ന് പറയുന്നത് ബൈ ഓംസ് ലോ, I equal to V by R. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായി മാറി, അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇക്വേഷൻ നമ്പർ 1 becomes small r equal to E minus V divided by V by R, which is equal to R മുകളിൽ പോകും, R into E by V minus 1, which is equal to R into E നമുക്കറിയാം, ഇ എന്ന് പറയുന്നത് സിഗ്മ L2, ഇ എന്ന് പറയുന്നത് സിഗ്മ L1 ആണ്, വി എന്ന് പറയുന്നത് സിഗ്മ L2 ആണ്. അപ്പോൾ സിഗ്മ L1 ഡിവൈഡഡ് ബൈ സിഗ്മ L2 മൈനസ് 1 ഇതായിരിക്കും ഇന്റേണൽ റെസിസ്റ്റൻസ്, which is equal to R into L1 ഡിവൈഡഡ് ബൈ L2 മൈനസ് 1. ഈ ഒരു ഇക്വേഷൻ കൊണ്ട് നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ ചെയ്യുന്നത്, ആദ്യം R കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് V ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ ആയിരുന്നു. അപ്പൊ അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് R ഈക്വൽ ടു ഇ മൈനസ് വി ഡിവൈഡ് ബൈ ഐ എന്ന് കിട്ടി. ഇനി ഐ എനിക്ക് ഓംസ് ലോ പ്രകാരം അറിയാം V ബൈ ആർ ആണ്. അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് R ഈക്വൽ ടു ഇ മൈനസ് വി ഡിവൈഡ് ബൈ വി ബൈ ആർ എന്ന് കിട്ടി. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ R മൈനസ് ഇ ബൈ വി മൈനസ് 1 എന്ന് കിട്ടി. ഇനും വിനും സിഗ്മ L1 സിഗ്മ L2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് L1 L2 ആൻഡ് R വെച്ചിട്ട് ഒരു ഇക്വേഷൻ കിട്ടും. അങ്ങനെ നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് ഒരു സെല്ലിന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ ആണ് ഇന്ന് പഠിച്ചത്. പൊട്ടൻഷ്യോമീറ്ററിന്റെ അറേഞ്ച്മെന്റ് ഓർത്ത് വെക്കുക. ആൻഡ് ഈ പി ക്യു മാംഗനിൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ആൻഡ് ഇത് അപ്രോക്സിമേറ്റ് റീഡിംഗ് ആണ് നമ്മൾ വോൾട്ട്മീറ്റർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞ ഉപകരണമല്ല, സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, നൾ ഡിഫ്ലക്ഷൻ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. നൾ ഡിഫ്ലക്ഷൻ എത്തുമ്പോൾ ആ പ്രൂഫ് പ്രകാരം നമുക്ക് വി പി ആർ ഈക്വൽ ടു സിഗ്മ L1 എന്നുള്ളത് അറിയാം. സിഗ്മ അറിയാമെങ്കിൽ എനിക്ക് എല്ലാം കണ്ടുപിടിക്കാം. ചില സമയത്ത് സിഗ്മ അറിയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ രണ്ട് സെല്ല് കണക്ട് ചെയ്യും, ഒരെണ്ണം അറിയാവുന്നതായിരിക്കും, ഒരെണ്ണം അറിഞ്ഞൂടാത്തതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് EM2 അതായത് അറിഞ്ഞൂടാത്ത സെൽ ഈക്വൽ ടു അറിയാവുന്ന സെൽ ഇൻറ്റു L2 മൈനസ് L1 വെച്ച് നമുക്ക് അറിഞ്ഞൂടാത്ത സെൽ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത് ഇന്റേണൽ റെസിസ്റ്റൻസിന് നമുക്ക് ഈ ഒരു ഫോർമുല വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സ്ക്രീൻഷോട്ട് എടുത്തോളാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ കമന്റ്സ്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ നോക്കാം.